കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പക്ഷം ചേർന്ന് നാട്ടുകാരെ അറിയിക്കല്ല. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഉമ്മനെ നോക്കിയിട്ടില്ലെങ്കിലും പള്ളി കമ്മിറ്റിയിൽ ആ ശരണം. 8 മക്കളുള്ള ഒരു ഉമ്മാന്റെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി കമ്മിറ്റിയിൽ ചർച്ചക്ക് വന്നിട്ടുണ്ട്. ഇളയോനും ഇളയോന്റെ ഭാര്യയും ഉമ്മയും തമ്മിൽ ഒത്തുപോണില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പള്ളി കമ്മിറ്റി ഒന്ന് ഇടപെട്ട് ചർച്ച ചെയ്യണം. നമ്മൾ വെച്ചെങ്കിൽ നിങ്ങൾ എത്ര മക്കളാ? 6 ആണും 2 പെണ്ണും. അതെന്താ മൂത്ത മക്കൾ പോയിട്ട് ഇത് ചർച്ച ഒന്നും ക്രോഡീകരിക്കാത്ത? അത് വേറെ തലയണ മന്ത്രം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ അതിൽ ഇടപെട്ടാലേ അവസാനം നിങ്ങൾ കൊണ്ടുവരേണ്ടി ഒരു ടൊമ്മന. അവിടെ വെറുതെ നിങ്ങൾ അതിൽ വർത്താനം പറയാൻ പോകണ്ട. അതുകൊണ്ടാ. അല്ലെങ്കിൽ ആണത്തുള്ള ഒരു മൂത്തക്കാക്ക നെഞ്ചു പിരിച്ചു നിന്നാലുണ്ടല്ലോ ഉമ്മാന്റെ വാപ്പാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. വാപ്പാന്റെ ആയുസിന്റെ ചോര നീരാക്കിയത് പങ്ക് പറ്റി ജീവിക്കുമ്പോൾ മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓൽക്ക് ഒരു സന്തോഷവും സമാധാനവും സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? നിങ്ങൾ ആ സമ്പത്തും ഒരു കൊട്ടാരങ്ങൾ പണിതാലും സ്വന്തം മക്കളിൽ നിന്ന് ആ അവഗണനയും നെറികേടും നെഞ്ചിന്റെ ഉള്ളിലെ വേദനയായി കിട്ടിയിട്ടല്ലാതെ ഒരു മക്കളിൽ പടച്ചോൻ തിരിച്ചു വിളിക്കൂല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ചെല്ലണം, ഒന്ന് കൈ പിടിക്കണം. നാട്ടിൽ 16 ദിവസം സൂക്കേടായി കിടന്നിട്ട് ഉമ്മ പൂതി പറഞ്ഞു ഓനെ ഒന്ന് കാണാൻ. ഓൽക്ക് പോകാൻ നേരം കിട്ടിയില്ല. അവസാനം നേരം കൊടുത്തിട്ട് സുബീബാങ്കിന്റെ മുൻപ് ഫോണ് വരിക. ഉമ്മ പടച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നിലവിളിച്ചോടി കതച്ച് വന്ന് ഉമ്മന്റെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് 4 നിലവിളിയൊക്കെ അട്ടഹസിച്ച് നിലവിളിച്ച് പിന്നെ പിറ്റേന്ന് കുറെ കുടുംബക്കാരോട് പറയാ ഉമ്മക്കല്ലേലും എന്നോട് അതിനും ഭയങ്കര സ്നേഹം. ഇതാരെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കരയിപ്പിച്ച് ബോധ്യപ്പെടുത്തുന്നത്? ജീവിച്ചിരിക്കുമ്പോ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എന്താണ് ഉമ്മ, ഞാനൊരു അരോസം ലീവ് എടുത്തിട്ട് നിങ്ങളെപ്പരം വരാം, നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം, ഒരു ചായ കാലിച്ചായ ഒരു കായപ്പൊക്കെ തിന്നാ, നിങ്ങൾ ഈ ഷവർമയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് കൂട്ടിക്കൊണ്ടുപോകാത്തവനും മരിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാരോടൊക്കെ പറയും വാപ്പക്ക് ഇന്നോട് അതിനൊരു പ്രത്യേക താല്പര്യം, എന്തോ ഒരു സ്നേഹം അതിന് വാപ്പക്ക് ഇന്നോട്. ഇതാ അഭിനയ ലോകം. ആളുകൾക്ക് കാര്യം കാണാനുള്ള സ്നേഹം. ചിലർ ഉമ്മനെയും വാപ്പനെയും കൂട്ടിക്കൊണ്ടുപോകും സ്വത്തിന് വേണ്ടിയിട്ട്. അതിന്റെ പേരിൽ അഭിനയിക്കുകയും ചെയ്യും. കണ്ണായ സ്ഥലവും പറമ്പും കിട്ടാൻ വേണ്ടിയിട്ട് വാപ്പനെയും ഉമ്മനെ അഭിനയിച്ച് സ്നേഹിപ്പിക്കുന്നവര്. അപ്പാരോടും മാരോടും കൂടിയാ പറയുന്നത്. അനന്തര സ്വത്തൊക്കെ എഴുതി വെക്കുമ്പോൾ മക്കളേൽ വേർതിരിവ് കാണിക്കരുത്. കണ്ണായ പറമ്പ് മോളെ പേരിൽ എഴുതി എന്നിട്ട് ഓനോട് പറയും ആണല്ല എനിക്ക് നയിച്ചുണ്ടാക്കിക്കൂടെ. അത് കണക്കൊത്ത് കൊടുക്കുകയും വേണം. കൊടുത്തില്ല നിങ്ങൾ ഊറ്റക്കാരാ. നിങ്ങളെ ഉമ്മനെയും വാപ്പനെയും നോക്കുന്നത് കാണിച്ചു കൊടുത്തിട്ട് ഓനോട് പറയണം ഇങ്ങനെയാ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്. ആ സ്നേഹം കണ്ടിട്ട് എന്റെ മോന് തോന്നണം പടച്ചോനെ ഇതുപോലെ എനിക്ക് എന്റെ വാപ്പനെയും നോക്കണം എന്ന്. അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ സ്വന്തം മക്കൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം കൺമുൻപിൽ കാണിച്ചു തരുമല്ല, അന്ന് സങ്കടപ്പെടേണ്ടി വരും.